ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓറഞ്ച് പുഡിംഗ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതുമായ ഒരു പുഡിംഗ് ആണിത്. ഇത് നമുക്ക് സ്റ്റീം ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് പാല്, 1/4 കപ്പ് ഓറഞ്ച് നീര്, ഫ്രഷ് ഓറഞ്ചിന്റെ നീര് പിഴിഞ്ഞെടുത്തതാണ്. പിന്നെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇവയൊക്കെ ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. മധുരം കുറവാണെങ്കിൽ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് വീണ്ടും ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നല്ലവണ്ണം മെൽറ്റായി വരണം, അതുവരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിന് വേണ്ട കാരമൽ തയ്യാറാക്കി എടുക്കണം. അതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ ഷുഗർ ഒരു പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം വെള്ളം കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നമ്മുടെ പഞ്ചസാര കാരമലാക്കി എടുക്കാം. നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകണ്ട, ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യേണ്ട ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് കാരമൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിലേക്കായി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുഡിംഗ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊരു സ്റ്റീമറിലോട്ട് വെക്കാം. ഇത് നമുക്കൊരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓറഞ്ച് പുഡിംഗ് നല്ലവണ്ണം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുക്കാൻ അനുവദിക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂർ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് നല്ലവണ്ണം തണുത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് യമ്മി ഓറഞ്ച് പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.